ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. വീണ്ടും റഹീസ് റഷീദിനെ തീവ്രവാദി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയാണ്. റഹീസ് റഷീദ് അല്പസമയത്തിനുള്ളിൽ നമുക്കൊപ്പം ചേരും. റഹീസ് റഷീദ് അന്ന് ചോദിച്ച ചോദ്യങ്ങൾ എന്താണ് എന്നുള്ളത് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് കാണാം. ആ ദൃശ്യങ്ങളാണ് ആദ്യം നമ്മൾ പ്രേക്ഷകരെ കാണിക്കുക. റിപ്പോർട്ടർ ടിവിക്കെതിരെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ തീവ്രവാദി എന്നാണ് റഹീസ് റഷീദ് എന്ന ഞങ്ങളുടെ മാധ്യമപ്രവർത്തകനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർ എല്ലാവരും ചോദിച്ചു, അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ, എന്ത് തീവ്രവാദമാണ് റഹീസ് റഷീദ് നടത്തിയത്? ആ പേരാണോ വെള്ളാപ്പള്ളിക്ക് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം MSF-ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. MSF എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. KSUവിനെ പോലെ, SFIയെ പോലെ, ABVP പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. MSF-നെതിരെ ഇന്നുവരെ ആരും തീവ്രവാദി സംഘടനയാണ് എന്നൊരു അഭിപ്രായം നടത്തിയിട്ടില്ല. വളരെ വർഗീയമായിട്ടുള്ള പരാമർശമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. അതിനെതിരെ കേരളം പ്രതികരിച്ചിരുന്നു. ആ ചോദ്യങ്ങളാണ് റിപ്പോർട്ടർ TV ചോദിച്ചത്. ഇനിയും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും റിപ്പോർട്ടർ TV. നമുക്കൊരിക്കൽ കൂടി ആ ദൃശ്യങ്ങളൊന്ന് കാണാം. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെയായിരുന്നോ? എന്താണെന്ന് സംഭവിച്ചത്? അന്ന് മാധ്യമപ്രവർത്തകർ വെള്ളാപ്പള്ളി നടേശനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് എന്താണ് റിപ്പോർട്ടറിന്റെ ഭാഗത്തു നിന്ന് വന്ന പിഴവെന്ന് പ്രേക്ഷകർ തീരുമാനിക്കൂ. ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങൾ. ന്യൂനപക്ഷക്കാരൻ കയറുമായിരുന്നു കൊണ്ടുവരുന്ന ഈ പിന്നോക്കക്കാരനാണ് ഞാൻ. ആ വണ്ടിയിൽ ഒന്ന് കയറിയെന്ന് പറഞ്ഞ് നിങ്ങളിവിടെ എല്ലാം എന്നെ കൊല ചെയ്തില്ലേ? ഇതൊക്കെ മര്യാദയാണോ? ഒരു പത്രശ്രമമാണ്. നിങ്ങളാണല്ലോ ഇപ്പൊ രാജ്യം ഭരിക്കുകയും നശിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത്. മീഡിയകളാണ് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പൊന്നു നേടാ പിള്ളേരെ എന്നെ വിട്ട് ഞാനൊരു പാവം പിടിച്ചൊരു സമുദായത്തിന്റെ പ്രവർത്തകനാണ്. നിങ്ങളൊന്നും മനസ്സിലാക്കണം, ഈഴവ സമുദായം ഇന്ന് ഇന്ത്യയിലെ ലോകത്തുണ്ടെന്നും അറിയിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് നശിപ്പിക്കരുത്. ഞങ്ങൾ ആരുടെയും ഒന്നും പിടിച്ചു പറിക്കാൻ നടക്കുന്നില്ല. ഒരു ചാനലുകാരൻ്റെയും അവകാശം ഈ ചാനലിന്റെ പുറകെ ഒരുപാട് കൊള്ള നടത്തുന്ന ചാനലുകാരുണ്ട്. ആ കൊള്ളക്കാരുടെ പേരും ഞങ്ങൾ വരുന്നില്ല. പക്ഷെ എന്നെ ഉപദ്രവിക്കാൻ ഞങ്ങളുടെ സമുദായം ഞങ്ങളുമായിട്ട് പോട്ടെ. മുഖ്യമന്ത്രി എന്താ കുഴപ്പം? മൂന്നാമത്തെ തവണയും വരുമെന്ന് ഞാൻ പറഞ്ഞുവെങ്കിൽ എന്താ തെറ്റി? കൂടെ നിന്ന് എല്ലാ സുഖങ്ങളും അനുഭവിച്ചും കൂടെ തിന്ന് കാലട്ടെ വിട്ടാൽ ഞാനാണ് ഉത്തരവാദി. ആരായാലും നിരക്കില്ല. എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് കൂടെ നിന്നിട്ട് കൂടെ നിന്ന് ചവിട്ടാൻ അവൻ ചതിയും ചന്തുമാരാണ്. ബ്രൂട്ടോസ് നീയുമോ എന്ന് ചോദിക്കേണ്ടി വരുന്നു. പറയേണ്ടതെല്ലാം അകത്ത് പറയണം, പുറത്തല്ല പറയേണ്ടത്. പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഈ മുഹൂർത്തത്തിൽ ഇതുപോലുള്ള സംവാദങ്ങളാണോ ഒരു ഐക്യത്തിന് നല്ലത്? ഒരിക്കലും നല്ലതല്ല. മാറ്റം ആഗ്രഹിച്ച് നടത്തോട്ടെ, ഇലക്ഷൻ വരട്ടെ അല്ലേ? മാറ്റം ആഗ്രഹിക്കുന്നത് മാറിക്കോട്ടെ, പുതിയൊരു വന്നോട്ടെ. അതെല്ലാം ജനവിധി നേടണം. അതിന് ഒന്നിച്ച് നിന്നവർ ഇതുവരെ 10 കൊല്ലം സുഖിച്ചില്ല എല്ലാവരും. എന്നിട്ട് ഈ 10ാമത്തെ കൊല്ലം കഴിയുമ്പോൾ ഇത്ര സൗന്ദര്യക്കുറവ് തോന്നുന്നതാ? മാന്യമല്ല, മര്യാദയല്ല. അത്രയുള്ളൂ. എന്താ കുഴപ്പം? ഇനിയും നയിക്കട്ടെ, മൂന്നാമതും നയിക്കട്ടെ. അതിന് എന്താ കുഴപ്പം? ഞാൻ ഒരു കാര്യം ചോദിട്ടെ, ഈ 10 കൊല്ലം ഇവിടെ ഒരു മാറാട് കലാപം ഉണ്ടായോ മിസ്റ്ററെ? വർഗീയ കലാപം ഉണ്ടായോ? പറയാനാണ് ഒരുപാട് പറയാനുണ്ട് എനിക്ക്. ഈ വർഗീയ കലാപകാരികളാണ് ഇപ്പൊ ഇവിടെ നടത്തുന്നത്. കലാപം ഇനിയും ഉണ്ടാക്കാനാണ്. കണ്ടുണ്ടായിരുന്നില്ലേ? അതൊന്നും ഇനി ഉണ്ടാകണോ ഈ രാജ്യത്ത്? ഒരു മാറാട് കലാപം ഉണ്ടായില്ലേ? എന്തെല്ലാം കലാപം ഉണ്ടായി ഇവിടെ. ഈ 10 കൊല്ലം ഭരിച്ചിട്ട് വർഗീയ കലാപം ഉണ്ടായ മിസ്റ്റർ? അത് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. അത് കൊള്ള നടത്തിയവനെ പിടിക്കട്ടെ. അതിനാർക്കാവശ്യം? കൊള്ള നടത്തിയവൻ ആരായാലും പിടിക്കട്ടെ. അതിന് പിണറായി എന്ത് ചെയ്ത്? അവർ ശക്തമായ നടപടി എടുക്കുന്നില്ലേ? കോടതി പറയുന്നത് എല്ലാം ചെയ്ത് ആരെന്ത് ചെയ്ത് ശബരിമലയിൽ അവനെല്ലാം അനുഭവിക്കും. ഇത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ അയാൾ കൊള്ളക്കാരനാണെന്ന്? ആര്? പേര് കിടക്കുന്ന ഒരുവനുണ്ടല്ല, പത്തനംതിട്ട കള്ളനാണെന്ന് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഉപ്പ് അത് പാർട്ടി പലർക്കും കാണും. ഉപ്പ് ഒന്നും വെള്ളം കുടിക്കപ്പാ. അതൊക്കെ അവരോട് ചോദിക്കണം. അവര് അതിന്റെ തക്ക സമയത്ത് കാലങ്ങൾക്കായിരുന്നു വരുമ്പോ അവരെടുക്കും. എന്താ വർഗീയവാദി എന്ന് പറയാൻ കാരണം? യഥാർത്ഥ വർഗീയവാദികളാന്ന് പറയാം. മലപ്പുറത്ത് ചെന്നപ്പോ ഞാന് എന്ത് പറഞ്ഞു? അങ്ങനെ എനിക്ക് പറയാൻ അവസരത്തിന് മിസ്റ്റർ അത് തുടങ്ങുന്നത് സത്യമല്ലേ? ഞാൻ 3 ജില്ല ഞങ്ങൾക്ക് എന്തുണ്ട് മലബാർ പ്രദേശത്ത്? മലപ്പുറത്തുണ്ടോ?
വയനാടുണ്ടോ, കാസർഗോഡുണ്ടോ, ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞു പോയി. സ്ഥലം എല്ലാം ഉണ്ട്, അനുവാദം തരണം സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ടറെ നിങ്ങൾ കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട്. വെള്ളാപ്പള്ളി നടേശനാണെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതാണ് അന്ന് സംഭവിച്ചത്. അന്ന് റിപ്പോർട്ടർ ചോദിച്ച ഒരേ ഒരു ചോദ്യം, ഏത് സർക്കാരാണ് ഇത് തരാത്തത് എന്നതാണ്. 9.5 വർഷക്കാലം പിണറായി സർക്കാർ ആയിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ കോപിതനാവുകയായിരുന്നു. അതിനുശേഷം ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ ആ ചോദ്യം ചോദിച്ച റഹീസ് റഷീദ് ഒരു MSF കാരനാണെന്നും തീവ്രവാദിയാണെന്നുമാണ് ആക്ഷേപിച്ചത്.